വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് കുട്സിനങ്ങളാണ്. കുട്സിനങ്ങൾ പപ്പയുടെ എൽഡർ ബ്രദറാണ്. അപ്പോൾ അങ്കിള് 4 വർഷമായി ALS എന്ന രോഗത്തോട് പൊരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ALS അഥവാ ദീർഘകാല രോഗം ഉള്ള എല്ലാവർക്കും ഈ ഒരു വീഡിയോ പ്രചോദനവും ആശ്വാസവും നൽകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഈ ഇന്റർവ്യൂ തുടങ്ങാം. എന്റെ കുടുംബം എന്ന് പറയുമ്പം ഭാര്യ ലിസി, അത് ഹൗസ് വൈഫാണ്. പിന്നെ മക്കള് ലിവിൻ, ലിനീഷ്, ലിതിൻ. ഇല്ല, ലിവിനും ലിനീഷും മാരീഡാണ്. ലിവിൻ അവിടെ ഒരു വീടെടുത്ത് സ്വന്തമായിട്ട് താമസിക്കുന്നു. കേരളത്തിൽ അവര് ഫാമിലി ആയിട്ട് വേറെ താമസിക്കുന്നു. പിന്നെ ലിനീഷ് അയർലൻഡില് നഴ്സിംഗിൽ ജോലി ചെയ്യുന്നു. ഭാര്യ നേഴ്സാണ്, ഇപ്പം അങ്ങോട്ട് പോയിട്ടുണ്ട്. പിന്നെ ലിതിൻ, അവനാണിപ്പം വീട്ടില് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും എല്ലാത്തിനും അവനാണ്. സാമ്പത്തികമായിട്ടൊക്കെ എല്ലാം കൈകാര്യം ചെയ്യുന്നത് ഇപ്പം ലിനീഷ് ആണ്. അപ്പൊ അങ്കിൾ പറഞ്ഞല്ലോ അങ്ങളുടെ കുടുംബമാണ് അങ്ങൾക്ക് പ്രചോദനം നൽകിയത്, സുഹൃത്തുക്കളും. അപ്പൊ അവരെങ്ങനെയാണ് അങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രചോദനം നൽകുന്നത് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത്? അവര് സഹോദരന്മാരും മക്കളും എല്ലാവരും എപ്പോഴും കൂടെ ഉണ്ടാകും. എല്ലാവരും വരാറുണ്ട്. മക്കള് എല്ലാത്തിനും മുമ്പിലുണ്ട്. മക്കളാണ് അങ്ങളുടെ ഒരു ധൈര്യം. അതെ. അങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തി അത് ലിസി ബാത്യുവാണ്. അവള് അദ്ദേഹത്തിന്റെയാണ് എന്റെ നേട്ടവും. പറഞ്ഞിട്ടാണോ പറയുന്നത്? അല്ല, സത്യമായിട്ടുള്ളതാണല്ലേ? അപ്പൊ ആന്റി എങ്ങനെയാണ് സപ്പോർട്ടായിരുന്നു എപ്പോഴും? എല്ലാത്തിനും സപ്പോർട്ടായിരുന്നു. സ്റ്റാർട്ടിങ് തൊട്ടേ എല്ലാ കാര്യത്തിനും മുമ്പിൽ. അതെ, അന്ന് മുതൽ ഇന്ന് വരെ. ഇപ്പൊ ഒരു കുശുമ്പുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അങ്ങളുടെ ബാല്യത്തെ കുറിച്ച് അറിയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഓർമ്മ വരുന്നത്? അതായത് അങ്കിൾ എന്നൊരു മനുഷ്യനെ എങ്ങനെ രൂപീകരിച്ചു? ഞാൻ എന്റെ ബാല്യം എന്ന് പറയുമ്പോൾ ഞാൻ പുത്തമ്പലയിലെ ഒരു വലിയ ഫാമിലിയിലാണ് ജനിച്ചത്. 12 മക്കളിൽ 5ാമനായിട്ട് ജനിച്ചു. 12 മക്കളിൽ 5ാമൻ. ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്നു. പിന്നെ പിള്ളേരുമായിട്ട് ചെറുപ്പത്തിലൊക്കെ ആണെങ്കിലും ഞങ്ങള് പുലിയെത്താൻ പശു അന്നുണ്ട്. അതിന് പുലിയെത്താൻ പോകുമ്പോഴേക്കും ബഹളമില്ല, വഴക്കലായിരുന്നു. മൊത്തം ചെറിയവരായിട്ടും ഉണ്ടായിരുന്നു. അതെ, നമ്മള് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ എല്ലാവരും ഒന്നിച്ച് നടത്തിയിരുന്ന് അന്ന് ക്വാറന്റീൻ ഉണ്ടാവും. ക്വാറന്റീനിൽ ഇരുന്നിട്ടാണ് കഴിക്കുന്നത് എല്ലാവരും. അന്നേരം ഇവരുടെ മീനൊക്കെ എടുത്തിട്ട് ഞാൻ എടുക്കും, എന്റേത് അവരെടുത്തോണ്ടും. അങ്ങനെ എപ്പോഴും ഒരു ഇതെല്ലാം ഉണ്ടായിരുന്നു. അത് നല്ല രസമായിരുന്നു. ഇന്ന് ഓർക്കുമ്പം നല്ല ഇതായിരുന്നു. ചിന്തിക്കുമ്പോ ഇപ്പൊ ഒന്ന് ഡൗൺ ആകുമ്പോ അങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ? ഒരു ഓർമ്മയോ അല്ലെ ഒരു വരിയോ സിനിമയുടെ എന്തെങ്കിലും ലൈനോ അങ്ങനെ എന്തെങ്കിലും ഒരു അങ്ങൾക്ക് പ്രചോദനം നൽകുന്ന ഒരു സംഭവം ഉണ്ടോ അങ്ങൾ മനസ്സിലാക്കി? പഴയകാലത്തെ സിനിമകളുടെ ഓർമ്മ ഉണ്ടാവും. പഴയകാല സിനിമകളാണ് അങ്ങൾക്ക് അപ്പോൾ നൽകാറ്? അതെ, യേശുദാസിന്റെ പാട്ടുകളിൽ നിന്നും ഓർത്തോണ്ടിരിക്കും. പാട്ടുകൾ എന്ന് പറയുമ്പോ ചന്ദ്രകടപ്പം ചാർത്തി തീരം, പിന്നെ മുല്ലപ്പൂം പല്ലിലോ മുക്കൂട്ടിക്കവിളിലോ, അങ്ങനെ ആ പാട്ടൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയിൽ ഇങ്ങനെ ഓർത്തിരിക്കും. അപ്പൊ ആ പാട്ടുകളൊക്കെയാണ് വീണ്ടും അങ്ങളുടെ ഒരു ജീവിതമാണ് ഇപ്പോഴും ശക്തി നൽകിക്കൊണ്ടിരിക്കുന്നത്. പിന്നീട് അങ്ങളുടെ ഫേവറേറ്റ് ജോലി എന്തായിരുന്നു? അങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന പ്രൊഫഷനിൽ അങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്തായിരുന്നു? ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞവിടെ ഈ തയ്യൽ പഠിക്കാനായിട്ട് ചേർന്നു. അന്നൊന്നും ആരും തയ്യൽ പഠിപ്പിക്കില്ല. 5 വർഷം ഒരാളുടെ അടുത്ത് കീഴിലിരിക്കണം. അങ്ങനെ പൈസ ഒരു ചായ ഒരു കടിയും മേടിച്ചേ ഉള്ളൂ. അതെ, കഴിയുന്നതിന് മുമ്പ് തയ്യൽ തുടങ്ങി. അത് പഠിച്ചുകൊണ്ടിരുന്നപ്പം ഈ അന്നൊക്കെ കസേരകളുണ്ടായിരുന്നു, ഈ പ്ലാസ്റ്റിക് കസേര. അത് കെട്ടാൻ രാത്രിയിൽ ഒരാളുടെ കൂടെ പോകുമായിരുന്നു.
അങ്ങനെ അത് പഠിച്ചു. രാത്രി കസേര കെട്ട്, അന്ന് എല്ലാ വീടുകളിലും ആ കസേരകളെ ഉണ്ടായിരുന്നല്ലോ, അത് കിട്ടും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിനിടയ്ക്ക് ടാപ്പിംഗ് ഉണ്ടായിരുന്നു. ഇങ്ങനെ പല സ്ഥലത്തും പോയി ടാപ്പിംഗ് ചെയ്തു. ഇവര് പിള്ളേരും ഭാര്യയും ഇത് സഹായിക്കാൻ വരും, പാലെടുക്കാനും റബ്ബർ ഷീറ്റ് അടിക്കാനും അങ്ങനെയെല്ലാം സഹായിക്കാനും. അങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു. പിന്നീട് ALS എന്നുള്ള രോഗം വന്നപ്പോൾ അങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി അല്ലേ? അപ്പൊ ആദ്യം വന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയായിരുന്നു നിങ്ങൾക്ക്? അത് ആദ്യമായിട്ട് വരുമ്പോ എന്റെ കൈ 2 വിരല് അകന്നിരിക്കുമായിരുന്നു, അടുത്ത് നിൽക്കൂല. എന്നിട്ട് അത് ഞാൻ കുറെ കഴിഞ്ഞിട്ട് ഇത് അറിയുന്നതല്ല ഇങ്ങനെ ഇതുകൊണ്ട്. അത് വേദന ഒന്നും ഇല്ലാത്തോണ്ട് തിരിഞ്ഞില്ല. പിന്നെ പല്ല് തിരിച്ചിട്ട് കയ്യിലെ മുഖത്തിൽ കഴുകാനായിട്ട് വെള്ളം എടുക്കുമ്പം കയ്യിൽ വെള്ളം നിൽക്കത്തില്ല, വിരലിന്റെ ഇടയ്ക്കൂടെ പോകും. അങ്ങനെയാണ് അറിയുന്നത്. അന്നേരം ഉടനെ തന്നെ ആദ്യം പോയത് പേരാവൂർ രശ്മി ഹോസ്പിറ്റലിലാണ്. അവിടെ പോയി 2 ആഴ്ച മരുന്ന് കഴിച്ചിട്ട് പറഞ്ഞു അന്നേരം ഇത് പറഞ്ഞില്ലല്ലോ, എന്നാൽ തലശ്ശേരി ന്യൂറോളജിസ്റ്റിനെ കാണിക്കാം. ഇത് ബാംഗ്ലൂർ നിമാൻസിൽ നിന്നാണ് പറഞ്ഞത്. അതിപ്പോ എന്ത് വന്നാലും നമ്മൾ സഹിക്കണം. പിന്നെ ഇത്രയെല്ലാം വന്നിട്ടുള്ളൂ. അതെ, അതെ. അങ്ങനെ ഇതൊക്കെ സംഭവിച്ചപ്പം ലൈഫില് ഇതൊക്കെ നേരിടാനുള്ള ശക്തി നമ്മൾ എവിടെ നിന്നാണ് കണ്ടെത്തിയത്? ഇത് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ പറഞ്ഞു. എല്ലാവരും ബാംഗ്ലൂരിൽ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞു ഇനി ഫിസിയോതെറാപ്പി അങ്ങനെ ഇതായിട്ട് പൊരുത്തപ്പെട്ടു പോകാനാണ് പറഞ്ഞത്. അന്നേരം ആദ്യം ഇപ്പോഴും അതുപോലെ അങ്ങനെ പോകുന്നു. ഇതിനെപ്പറ്റി ഒരു നിരാശ അങ്ങനെയൊന്നുമില്ല. അതായിട്ട് ഒത്തൊരുമിച്ച് പൊരുത്തപ്പെട്ടു പോകുന്നു. പിന്നെ കൂടെ ഉള്ളവരെല്ലാം പെങ്ങന്മാരും പെങ്ങളെ മക്കളും അനിയന്മാരും എന്നും വരും, എല്ലാവരും വിളിക്കും. പ്രാർത്ഥന ജീവിതം അങ്ങനെ കൊണ്ടുവന്നു. അപ്പൊ അങ്ങള് ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളിൽ അങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്നത് എന്തൊക്കെയാണ്? ഞങ്ങള് മിക്ക ദിവസവും പുറത്ത് എല്ലാവരുമായിട്ട് പോയി കുടുംബമായിട്ട് ഓരോ സ്ഥലത്തൂടെ പോകും. ബന്ധക്കാര വീടുകളിലും പിന്നെ ഓരോ കാണാനുള്ള സ്ഥലങ്ങളിലെല്ലാം പോയി കാണും. ഇങ്ങനെയെല്ലാം ചെയ്യുന്നുണ്ട്. സന്തോഷമാണ്. വീട്ടിലൊക്കെ ആണെങ്കിലും ഇടയ്ക്ക് ഓരോ സൗന്ദര്യപ്പിണക്കങ്ങളും അങ്ങനെ അതൊക്കെ ഉണ്ടാവും. എന്നാലും അതൊക്കെ തൽക്കാലത്തേനേ ഉള്ളൂ. പിന്നെ 41 വർഷം അപ്പൊ അങ്ങനെ നമുക്ക് ലാസ്റ്റ് ആയിട്ട് ഒരു സെഗ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്കും അന്ന് ചോദിക്കാനുള്ളത് ALS അല്ലെങ്കിൽ ദീർഘകാല അസുഖമുള്ള രോഗികളോടും അല്ലെങ്കിൽ അവരെ പരിചരിക്കുന്നവരോടൊക്കെ അങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അവരെന്താണ് അറിയേണ്ടതെന്ന് നമുക്ക് തോന്നുന്നത്? എനിക്ക് തോന്നുന്നത് ഇത് നമ്മൾക്ക് രോഗം ഉള്ളതായിട്ട് കരുതരുത്. രോഗമായിട്ടുള്ളതായിട്ട് ഒരു രോഗിയായിട്ട് കരുതാതെ എല്ലാവരുമായിട്ട് ഇടപെടുക, എല്ലാവരും കാണാൻ പോവുക. അങ്ങനെ എല്ലാവർക്കും പോസിറ്റീവായിട്ട് ഇരിക്കുക. പിന്നെ പ്രാർത്ഥനയിലും എല്ലാം ഇരിക്കുക. പിന്നെ എല്ലാ ഇത് കഴിയുമ്പം ദൈവ അവസാനം ഉണ്ടാവുള്ളൂ. അതെ, ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. പിന്നെ അവസാനമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുള്ളോ നമ്മുടെ പ്രേക്ഷകരോട്? എല്ലാവരും നല്ല സന്തോഷത്തോടെ ഇരിക്കുക. അസുഖമുള്ളവരാണെങ്കിലും എനിക്ക് തന്നെ വന്നിട്ടുള്ളൂ, സംഭവിച്ചിട്ടുള്ളൂ. ഇതിലും കൂടുതൽ കഷ്ടപ്പെടുത്തവർ എത്രയുണ്ട്. നമുക്ക് ഇത്ര കിട്ടിയുള്ളൂ. ദൈവത്തിന് നന്ദി പറയുക. അപ്പൊ അങ്ങൾക്ക് ഈ ഒരു നമ്മുടെ സെഗ്മെന്റിന്റെ അവസാനത്തില് അങ്ങളെ പോലെയുള്ള വ്യക്തികളുണ്ടാകാം, അല്ലെങ്കിൽ നമ്മളെ പോലുള്ളവരോടും അങ്ങളുടെ മനസ്സിന്റെ ധൈര്യമുണ്ട്. അപ്പൊ അങ്ങൾക്ക് നമ്മളോട് വേറോട് എന്താണ് പറയാനുള്ളത്? ചുറ്റും സ്നേഹമുള്ള ആൾക്കാരും ചെങ്കുറപ്പുള്ളവരും മനസ്സുമുണ്ടെങ്കിൽ നമുക്ക് എന്തിനും നേരിടാനുള്ള മനസാന്നിധ്യം ഉണ്ടാകും. അപ്പൊ മനസാന്നിധ്യമാണ് എല്ലാത്തിന്റെയും മെയിൻ പോയിന്റ് എന്നാണ് അങ്ങൾ പറയുന്നത്.
ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും എപ്പോഴും ധൈര്യമായിട്ട് ഇരിക്കുക. പിന്നീട് ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം, പക്ഷേ അങ്കിൾ നമുക്കൊരു ഉദാഹരണമാണ്. എന്നും ലൈഫിൽ ധൈര്യത്തോടെ എന്ത് പ്രശ്നങ്ങൾ വന്നാൽ പോലും വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നമുക്കിത് നേരിടാൻ പറ്റും എന്നുള്ള ഒരു ചങ്കുറപ്പാണ് മെയിൻ. അതാണ് അങ്കിൾ പറയുന്നത്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക, സമാധാനമായിട്ട് ഇരിക്കുക. പ്രാർത്ഥനയോടെ ഇരിക്കുക. ഓക്കെ, ബൈ. ബൈ.